ധൈര്യം ഒന്നുമില്ലേ, ജീവനല്ലേ വെള്ളത്തിൽ കിടക്കുന്നത്, എടുത്തങ്ങ് ചാടി. അയ്യേട്ടൻ നടക്കേന, അന്നേരം വീണ് നടുവിലേക്കായി പോയി. കുറച്ചു ദിവസം മുന്നേ അയ്യേട്ടൻ വന്ന് എനിക്ക് ഇനിയില്ലേല് ഞാൻ മരിച്ചൊക്കെ പോകുന്നു പറഞ്ഞു. നമസ്കാരം. കുളത്തിൽ വീണ് മരണത്തോട് മല്ലടിക്കുകയായിരുന്ന യുവാവിന്റെ ജീവൻ രക്ഷിച്ച് നാടിന്റെ ആകെ കയ്യടി നേടിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി തിരുവങ്ങൂർ UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ആരോൺ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സംഭവം നടക്കുന്നത്. തന്റെ അച്ഛനൊപ്പം കുളത്തിൽ കുളിക്കാനായി എത്തിയതായിരുന്നു ആരോൺ. ആ സമയത്താണ് അവിടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു യുവാവ് കുളത്തിലേക്ക് കാല് തന്നെ വീഴുന്ന കാഴ്ച ഈ 11 വയസ്സുകാരൻ കാണുന്നത്. ഒട്ടും അമാന്തിക്കാതെ കുളത്തിലേക്ക് എടുത്തു ചാടി ആ യുവാവിന്റെ ശരീരത്തിൽ പിടിച്ച് അദ്ദേഹത്തെ കരയ്ക്കടുപ്പിക്കാൻ ആരോൺ കാണിച്ച ധൈര്യവും മനസാന്നിധ്യവും അഭിനന്ദിക്കാതെ തരവില്ല. എന്തൊക്കെയായാലും ആ യുവാവിന്റെ ജീവൻ രക്ഷിച്ചതിലൂടെ നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ കോഴിക്കോട് തിരുവങ്ങൂർ UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ആരോണിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ആ കൊച്ചു മിടുക്കൻ എന്ന് പരിചയപ്പെട്ടാലോ? ഇത് എന്നാ ഈ സംഭവം നടക്കുന്നത്? ഞായറാഴ്ച രാവിലെ. എന്താ സംഭവിച്ചത്? ഞാനും അച്ഛൻ പുതിയ വണ്ടി എടുത്തിരുന്നു. അന്നേരം ഞാൻ കുളത്തില് കുളിക്കാനും അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ ബാക്കോട്ട് എന്തിനാ പോയപ്പോ ഞാന് ഒരു ചേച്ചിന്റെ കരച്ചിലായിട്ട് ഓടിച്ചെന്ന് അയ്യേച്ചിനോട് ചോദിച്ചിക്ക് നീന്താ അറിയോന്ന്. അപ്പത്തേക്ക് ഞാൻ ചാടി അയ്യേട്ടനെ മുടി പിടിച്ച്. അയ്യേട്ടൻ ആക്കിയല്ലാത്തതിനെ കൊണ്ട് ഞാൻ പിടിച്ചില്ല. അപ്പോഴത്തേക്ക് കരയെ കയറ്റി. ചേട്ടനെ അറിയോ? ചേട്ടൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ചേട്ടനെ മുന്നേ കണ്ടിട്ടില്ല. ഏട്ടന്റെ വീട് ഇവിടെയല്ല, വേറെ സ്ഥലത്താണ്. അയ്യേട്ടൻ കൂടാൻ വന്നതാണ്, താമസിക്കാനായിട്ട് വന്നതാണ്. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞ ആളില്ല? അപ്പം ഇത് ചേട്ടനെ പിടിച്ച് കരക്കിട്ടതിന് ശേഷം പിന്നെ എന്താ ഉണ്ടായത്? അയ്യേട്ടൻ അന്നേരം ബോധം വന്നില്ല. അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ചു ദിവസം മുന്നേ അയ്യേട്ടൻ വന്ന് എനിക്ക് ഇനിയില്ലേല് ഞാൻ മരിച്ചൊക്കെ പോകുന്നു പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഓ അയ്യേട്ടൻ അപ്പൊ ഈ കരക്ക് അടുപ്പിച്ച സമയത്ത് ആളിലൊക്കെ കൂടിയിരുന്നു. ഓ ചേട്ടൻ ഒറ്റയ്ക്കായിരുന്നു? ചേട്ടന്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു? ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിക്ക് നീന്താൻ അറിയില്ല? ചേച്ചി പണ്ട് നീന്തിയായിരുന്നു. പിന്നെ ചേച്ചി ഒരു മടിയായിട്ട് പിന്നെ നീന്തിക്കില്ല. അപ്പൊ ചേട്ടന് നീന്താൻ അറിയില്ല? അയ്യേട്ടൻ നടക്കേന, അന്നേരം വീണ് നടുവിലേക്കായി പോയി. ഓ അങ്ങനെ അല്ലേ. അച്ഛൻ പിന്നെന്താ പറഞ്ഞേ ഇത് കണ്ടിട്ട്? അച്ഛന് അഭിമാനം തോന്നി. ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര ഹീറോ ആയിരിക്കും പറയുന്നത്. സ്കൂളിലെ പിള്ളേരെ കൂട്ടുകാരൊക്കെ എന്താ പറയുക? നന്നായിട്ട്. അപ്പൊ എങ്ങനെ ഇപ്പൊ ഈ ഒരു ധൈര്യം? നമുക്കിതൊരു ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയ ഒരാൾ, അതും മോനാകെ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മറ്റേ ചേട്ടനാണെങ്കിൽ ഒത്തിരി പ്രായമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളെയൊക്കെ എടുത്ത് പൊന്തിക്കാനുള്ള ധൈര്യമൊക്കെ എവിടുന്നാ വന്നത് വെള്ളത്തിലേക്ക് ചാടി? അന്നേരം ധൈര്യം ഒന്നുമില്ലേ, ജീവനല്ലേ വെള്ളത്തിൽ കിടക്കുന്നത്, എടുത്തങ്ങ് ചാടി. അന്നേരം വേറെ ഒന്നും ആലോചിക്കില്ല? വളരെ ഒരു ക്ലാസ്സിലൊക്കെ ഹീറോ ആയിട്ടിരിക്കുകയാണല്ലേ. കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് പൂക്കാട് കിളിയാടത്ത് പോയിൽ മണിലാൽ ആഷ്ന ദമ്പതികളുടെ മകനായ 11 വയസ്സുകാരൻ ആരോൺ ഇപ്പോൾ നാട്ടുകാരുടെയും സ്കൂളിലെ കൂട്ടുകാരുടെയും എല്ലാം ഹീറോ ആയിരിക്കുകയാണ്. ആരോൺ കുളത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ 20 വയസ്സുകാരൻ ഈ കഴിഞ്ഞ ദിവസം അവനെ കാണാൻ വരികയും കെട്ടിപ്പിടിച്ച് തന്റെ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ കൊച്ചുമിടുക്കനെ അഭിനന്ദിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും. എല്ലാവർക്കും മാതൃകയാവാൻ ആരോണിന് ഇനിയും സാധിക്കട്ടെ.